അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ ഫയർബേസ് ഉപയോഗിച്ച് ഓതൻറ്റിഫിക്കേഷൻ, അതായത് ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് എങ്ങനെ ലോഗിൻ ചെയ്യാം, അതേപോലെ തന്നെ സൈൻ ഔട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സ്റ്റോറേജ് ഉപയോഗിക്കാം, അതായത് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഓതൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതും, അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെ നമുക്ക് ഫയർബേസിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്യാമെന്നും, അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ അതായത് ഇതിപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതിൽ കുറച്ച് ഡമ്മി ഡാറ്റാസുകളാണ്. അതായത് നമ്മൾ ആൾറെഡി ഫയർബേസ് ഡാറ്റാബേസിൽ കൊടുത്ത ഡാറ്റാസാണ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി അതിന് പകരം നമുക്കൊരു ഫയർബേസിൻ്റെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഫയർബേസിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് നമ്മുടെ ഫയർബേസ് പോസ്റ്റിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, യൂസർ നെയിം ലോഗിൻ ചെയ്ത ആളെങ്ങനെ യൂസർ നെയിം സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഈ പോസ്റ്റുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു പുതിയൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്തു, ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. കമ്പോണൻറ്റിൻ്റെ പേര് ഞാനിവിടെ വന്ന് ഇമേജ് അപ്ലോഡ് എന്ന് ചേർത്തു ാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജ് അപ്ലോഡ് എന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷന് നമുക്ക് ഇത് കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത ഈ കമ്പോണൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, RFC വെച്ചിട്ട് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ്, അതായത് ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റിന് എന്തൊക്കെ വേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് RFCE എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. എന്തിനാണ് RFC ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെ നമുക്ക് RFC കിട്ടേണ്ട പ്ലഗിൻസ് എങ്ങനെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നും നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് RFCE എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. നമ്മൾ ആ ഫംഗ്ഷണൽ കമ്പോണൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത കമ്പോണൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് app.js എടുക്കുക. അതിനുശേഷം നമുക്ക് ഏതാണ്ട് ഇവിടെ വന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ആപ്പിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇമേജ് അപ്ലോഡർ എന്നുള്ള കമ്പോണൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ ഇമ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാൻ ഇമേജ് എന്നിട്ടതിന് ശേഷം കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇമേജ് അപ്ലോഡ് എന്നുള്ളതുണ്ട്, അതിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് നമുക്ക് ഇമേജ് അപ്ലോഡ് എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ആയോ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ app.js ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ആയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ള കമ്പോണൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് അപ്ലോഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മുടെ app.jsൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ളതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ക്യാപ്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നൊരു ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഇൻപുട്ട് എന്നുള്ളത് നമ്മൾ മെറ്റീരിയൽ UI എന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, IN എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൺട്രോൾ സ്പേസ് അമർത്തിയാൽ മതി. എന്നിട്ട് ഇതിന്ന് എന്ത് ചെയ്യുക, ഈ ഇൻപുട്ട് എന്നുള്ളത് നമുക്ക് മെറ്റീരിയൽ UI എന്ന് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻപുട്ട്, അതായത് മെറ്റീരിയൽ UIൻ്റെ ആ കോഡ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്ക് വേണ്ട ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, ഈ മോഡലൊക്കെ എല്ലാം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബട്ടണും അതേപോലെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇൻപുട്ട് ടൈപ്പ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫയൽ എന്നുള്ളതിന് പകരം നമ്മളിവിടെ വന്ന് ടെക്സ്റ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത്, അതായത് ക്യാപ്ഷനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ഒരു പ്ലേസ് ഹോൾഡർ കൂടി ചേർത്ത് കൊടുത്തു. എന്തെങ്കിലും ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ
ക്യാപ്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്ലേസ് ഹോൾഡർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് വാല്യൂ എന്ന് കൊടുക്കാനുള്ള ഒരു ഭാഗം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, വാല്യൂ എന്നുള്ളത് ഞാനിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാല്യൂ ഇപ്പോൾ നമ്മളൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേളി ബ്രേസസ് നമുക്കിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് ചെയ്യുന്നതാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്കിവിടെ വന്ന് ഫയൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് വേറൊരു ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിന് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇൻപുട്ട്, അതിനുശേഷം നമ്മളിവിടെ ടൈപ്പ് ഫയൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമുക്ക് ഓൺ ചേഞ്ച് എന്നുള്ളൊരു ഈവൻറ്റ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓൺ ചേഞ്ച്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ രൂപത്തിലായിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ടൺ നമ്മൾ മെറ്റീരിയൽ UI വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ ബട്ടൺ നമ്മളൊരു ഓൺ ക്ലിക്ക് എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ഫംഗ്ഷനാണോ കോൾ ചെയ്യേണ്ടത് അതും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ക്യാപ്ഷൻസുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈവൻറ്റ് നിർമ്മിക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഈ ക്യാപ്ഷൻസുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് നിർമ്മിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ ഇമേജ് അപ്ലോഡ് ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് നിർമ്മിക്കാം. അപ്പോൾ സ്റ്റേറ്റ് നിർമ്മിക്കാൻ നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്യാപ്ഷന് സെറ്റ് ക്യാപ്ഷൻ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് ഈ റിയാക്റ്റ് എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഈവൻറ്റ് ഇവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ എറർ നമുക്ക് ഇവിടുന്ന് ഒഴിവാകും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമിൻ്റെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിൽ ഈ ക്യാപ്ഷനിൽ നമ്മൾ ഓരോ വാല്യൂസ് ടൈപ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഈ സെറ്റ് ക്യാപ്ഷൻ്റെ ഉള്ളിലേക്ക് ആ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ഈവൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഈവൻറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ആരോ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ക്യാപ്ഷൻ എന്നിട്ടതിന് ശേഷം ഓക്കെ, ഇവിടെ വന്ന് നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചേഞ്ച് ആക്കാം. അതായത് ഈ ക്യാപ്ഷൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ വാല്യൂസുകളൊക്കെ സെറ്റ് ക്യാപ്ഷൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് ഓൺ ചേഞ്ച് എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഈവൻറ്റ് എന്നിട്ടതിന് ശേഷം ഒരു ആരോ ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും അതെന്ത് ചെയ്യണം, സെറ്റ് ക്യാപ്ഷൻ, അത് സെറ്റ് ക്യാപ്ഷൻ്റെ ഉള്ളിലേക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യണം. അപ്പോൾ സെറ്റ് ക്യാപ്ഷന്, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഈവൻറ്റ് എന്നെഴുതി ഡോട്ട്, അതിനുശേഷം ടാർഗറ്റ്, അതായത് അതിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ വാല്യൂസും എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ സെറ്റ് ഈ ക്യാപ്ഷൻ എന്നതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് ഈ സെറ്റ് ക്യാപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ക്യാപ്ഷൻ്റെ ഉള്ളിലേക്ക് ആ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ക്യാപ്ഷൻ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്യാപ്ഷനും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിവിടുന്ന് ഫയലുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റേറ്റ് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ഇമേജ് എന്നുള്ളൊരു സ്റ്റേറ്റ് കൂടി ആഡ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രസ് ബാർ, അതായത് ഡാറ്റാസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം അപ്ലോഡായി, ഇനി എത്ര അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രോഗ്രസ് എന്നുള്ളൊരു ക്ലാസ് കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രസ്, എന്നിട്ട് സെറ്റ് പ്രോഗ്രസ്, അതിൻ്റെ യൂസ് സ്റ്റേറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, 0 ആക്കി കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ ഇൻപുട്ട് ടൈപ്പിൻ്റെ ഓൺ ചേഞ്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഹാൻഡിൽ ചേഞ്ച് എന്നുള്ളൊരു ഭാഗമായിട്ട് ചേർത്ത് കൊടുത്തു. ഹാൻഡിൽ ചേഞ്ച് എന്നുള്ളൊരു ഭാഗം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തു. ഹാൻഡിൽ ചേഞ്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ ഹാൻഡിൽ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം
ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റ് ഓൺ ഹാൻഡിൽ ചേഞ്ച് എന്ന് ചേർത്ത് കൊടുത്ത് ഒരു ആരോ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ഇമേജ് എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈഫ് എന്നിട്ട് അതിൽ നിന്ന് ഏത് വാല്യൂ ആണോ നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്ത വാല്യൂ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ഇമേജ് എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ ഏത് വാല്യൂ ആണ്, അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ആ അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലെ കുറേ പിക്ചേഴ്സുകൾ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൽ ആദ്യം നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ വാല്യൂ എന്ത് ചെയ്യണം, ഈ സെറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട്, അതായത് ഇവിടെ നമ്മൾ ഈ കൊടുത്ത സെറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് ഈ ഇമേജ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹാൻഡിൽ ചേഞ്ച് എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തത്. അതേപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബട്ടൺ എന്നുള്ളൊരു ബട്ടൺ കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ ഹാൻഡിൽ അപ്ലോഡ് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അപ്ലോഡ് എന്നുള്ള ഫംഗ്ഷന്, അതായത് നമുക്ക് ഫയർ ബേസിലേക്ക് ആ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ ഹാൻഡിൽ അപ്ലോഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഹാൻഡിൽ അപ്ലോഡ്. ഇനി ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളിവിടെ വന്ന് ആ ഫംഗ്ഷന് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ അപ്ലോഡ് എന്നുള്ള ആ ഫംഗ്ഷന് മാത്രമാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെക്കുള്ള കോഡുകളൊക്കെ നമുക്ക് തുടർന്നൊരു ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഈവൻ്റ് ഈ ഭാഗത്ത് ഒരു എറർ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എറർ എന്നുള്ളത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എറർ വന്നിട്ടുള്ളത് ഈ സെറ്റ് ക്യാപ്ഷൻ എന്നുള്ള ഭാഗത്താണ്. അപ്പോൾ അതിൽ എന്താണ് ഈ എറർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എറർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഈവൻ്റ് എന്നുള്ളിടത്ത് നമ്മൾ ജസ്റ്റ് ഈവൻ എന്ന് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് ഈവൻ്റ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈവൻ്റ് എന്നാക്കുമ്പോൾ ഇവിടെ എറർ എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് ഒന്നും കൂടി റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാപ്ഷന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഇമേജസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളൊക്കെ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ചൂസ് ഫയലിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലെ ഒരു ഫയൽ അതായത് ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്താൽ ഫയലുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് സെലക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫയൽ പിക്കറും അതേപോലെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഒരു ബട്ടണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൊടുത്ത ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫയർ ബേസിലേക്കായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ജസ്റ്റ് ഒരു ഫയൽ പിക്കർ അല്ലെങ്കിൽ ഫയൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഈവൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ ഇമേജ് അപ്ലോഡ് എന്നുള്ളൊരു ഈവൻറ്റ് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം.